വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള 97 റൺ നോട്ട് ഔട്ട് ഇന്നിംഗ്സിന് ശേഷം സഞ്ജു സാംസൺ തൻ്റെ കരിയറിൻ്റെ പീക്കിലാണ്. പക്ഷേ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസനെ കാത്തിരിക്കുന്നത് വലിയ കടമ്പകളാണ്. ജോഫ്ര ആർച്ചർ, അതെ, ജോഫ്ര ആർച്ചർ വി എസ് സഞ്ജു സാംസൺ ബാൻഡറിൽ ഇതുവരെ സഞ്ജു സാംസന് വലിയ തിരിച്ചടികളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. മൊത്തം 5 മത്സരങ്ങൾ ജോഫ്ര ആർച്ചർ സഞ്ജു സാംസണെതിരെ ബോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 3 വിക്കറ്റ് ജോഫ്ര ആർച്ചറിന് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ ദയനീയമാണ്. 108 സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ്. 8.3 ആണ് സഞ്ജു സാംസന്റെ ആവറേജ് ജോഫ്ര ആർച്ചറിനെതിരെ. 2 സിക്സുകളും 1 ബൗണ്ടറിയും സഞ്ജു സാംസന് ഈ ബോളറിനെതിരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം 25 റൺസ് മാത്രമേ ഈ ഒരു 5 കളിയിൽ നിന്ന് സഞ്ജു സാംസന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെന്നിരിക്കെ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ഷോർട്ട് ബോൾ തന്ത്രങ്ങളുമായിട്ട് സഞ്ജു സാംസണെതിരെ മുംബൈയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡീപ്പ് സ്ക്വയർ ലെഗിലും ഡീപ്പ് മിഡ് വിക്കറ്റിലും ഫീൽഡറിനെ ഇട്ടിട്ട് ജോഫ്ര ആർച്ചർ ഷോർട്ട് ബോളുകൾ തുരുതുരെ സഞ്ജു സാംസണിനെതിരെ എറിയും. സഞ്ജു സാംസൺ ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് കാണാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് കൗതുകമുണ്ട്. 2 വഴികളുണ്ട് സഞ്ജു സാംസന്റെ മുന്നിൽ. ഒന്നുകിൽ തനിക്കെതിരെ ഈ തന്ത്രം പ്രയോഗിക്കുന്ന ബോളറിനെ കടന്നാക്രമിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുറച്ച് റിസ്ക് എലമെന്റ് ഉള്ള ഒരു കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു സാംസന്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമുണ്ട്. ഷോർട്ട് ബോളുകളെ ഗ്രൗണ്ട് ഷോട്ടുകൾ കൊണ്ട് പ്രതിരോധിച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ സിംഗിളുകൾ എടുത്ത് നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് മാറി ഒക്കെ ഈ ഒരു കുടുക്കിൽ നിന്ന് സഞ്ജു സാംസന് രക്ഷപ്പെടാം. ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കും സഞ്ജു സാംസൺ എന്നുള്ളത് തീർച്ചയായിട്ടും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നോക്കി കാണുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം, സഞ്ജു സാംസൺ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം? കൗണ്ടർ അറ്റാക്ക് ചെയ്യണോ, അതോ വളരെ ബുദ്ധിപൂർവ്വം വെസ്റ്റ് ഇൻഡീസിനോട് കളിച്ച പോലെ ക്ഷമയോടെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കാനായിട്ട് ക്ഷമയോടെ ഇതിനെ ഹാൻഡിൽ ചെയ്യണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാം.